ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി മുട്ട വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് മുട്ടക്കറി ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് അറിയായിരിക്കാം, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഷെയർ ചെയ്യുന്നതാണ്. ഇതിന് മുട്ടക്കറിക്കായിട്ട് ഞാൻ 4 സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും കൂടെ. ഇനി ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം, ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന മരക്കഷ്ണമൊന്നും അല്ല കേട്ടോ, കറുകപ്പട്ടയും ഗ്രാമ്പുമാണ്. അത് ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക. സവാളയും പച്ചമുളകും കറിക്ക് ആവശ്യത്തിനുമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയുടെ ഒപ്പം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതാണ്. സവാള വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ബ്രൗൺ കളറായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മാത്രം നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഈ മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് ആ മസാലയൊക്കെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയിടുന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്ത് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ മസാലക്കറിയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെറുതെ ഒരു തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താൽ ആ കറിക്ക് ഒരു പച്ച വെള്ളത്തിൻ്റെ ഒരു ചുക കയറി വരും. ചൂടുവെള്ളമാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയുടെ ഇങ്ങോട്ട് ഈ ഗ്രേവി ഒന്ന് തിക്കാവാൻ വെച്ചതിന് ശേഷം നമുക്ക് മുട്ട ഇങ്ങനെ നേരിട്ട് ഡയറക്റ്റ് ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. മുട്ട പുഴുങ്ങിയെടുക്കണ്ടേ വറുത്തെടുക്കണ്ടേ ഒന്നും ആവശ്യമില്ല. മുട്ട പുഴുങ്ങി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് കറി ഉണ്ടാക്കിയെടുക്കാൻ ടൈം എടുക്കണ്ടല്ലോ. ഇങ്ങനെ നേരിട്ട് കറിയിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ മുട്ട ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ തന്നെ അതിനകത്തേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എൻ്റെ റെസിപ്പിയൊന്നുമില്ല, എൻ്റെ ഓഫീസിലെ ചേട്ടൻ പൗലോസ് ചേട്ടൻ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഇന്ന് എന്താ കറിയെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് മുട്ട തിളപ്പിച്ചതാണെന്ന്. എങ്ങനെയാണ് അത് ഉണ്ടാക്കണേന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു തന്നതാണ് ഇങ്ങനെ. പിന്നീട് ഞാൻ മുട്ടക്കറി ഇങ്ങനെ തന്നെ വെക്കാറ്. പണിയും എളുപ്പം രുചിയുമേറെ. അതിനാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.